പശ്ചിമബംഗാളിൽ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ സെക്യൂരിറ്റി ഗാർഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ നേതാവ് മനോജിത് മിശ്ര ഉൾപ്പെടെ 3 പേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, ഇപ്പോൾ ഇത് സെക്യൂരിറ്റി ഗാർഡ് കൂടി ഈ വിഷയത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഏറ്റവും പുതുതായി ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? പശ്ചിമബംഗാൾ സർക്കാർ അടക്കം തൃണമൂൽ കോൺഗ്രസ് അടക്കം വിദ്യാർത്ഥിനിക്കെതിരെ നേരിടേണ്ടി വന്ന ഈ അതിക്രമത്തിൽ വലിയ തോതിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായും മനു, കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ മുഖ്യപ്രതിയായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിട്ടുള്ള മനോജിത് മിശ്രയാണ്. അതിന് പിന്നാലെ 2 പേരെ കൂടി പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. നിലവിൽ 3 പേരും കസ്റ്റഡിയിൽ തുടരുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോളേജിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം, സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ ഈ ഗേറ്റ് അടയ്ക്കുന്നത് ഈ സംഭവത്തിൽ ഗാർഡ് റൂമിലേക്ക് ഈ പെൺകുട്ടിയെ ബലമായി കൊണ്ടുപോവുകയും അതിന് പിന്നാലെ ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായിട്ടുള്ള മൊഴികൾ ഈ വിദ്യാർത്ഥി തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവം നടക്കുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഗേറ്റ് പൂർണ്ണമായും പൂട്ടി എന്നുള്ളതും ഇത് വിദ്യാർത്ഥിക്ക് അവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് വലിയ തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നതടക്കമുള്ള മൊഴികളാണ് പോലീസിൽ ഈ വിദ്യാർത്ഥി നൽകിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥനെ കൂടി, സെക്യൂരിറ്റി ഗാർഡിനെ കൂടി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഇയാൾ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. എങ്ങനെയാണ് ഈ കോളേജിനുള്ളിൽ ഇയാൾക്ക് കടക്കാൻ അവസരം ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടിയുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഇതിന്റെ ഫലമായി തന്നെയും നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ കോളേജിന് മുന്നിൽ നടക്കുന്നത്. ഇന്നലെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ മമതാ സർക്കാരിനെതിരെ ഉയരുന്നു. മാത്രമല്ല, ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട് 6 മാസങ്ങളൊക്കെയും പിന്നിടുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ, സമാനമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മമതാ സർക്കാരിനെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇത്രയും മണിക്കൂറുകളായിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മമത ഏറ്റവും പ്രധാനപ്പെട്ട അന്നും ഈ പറയുന്നത് പോലെ പ്രതികളെ സംരക്ഷിക്കാൻ തൃണമൂൽ സർക്കാർ കൂട്ടുനിന്നു എന്ന ഗൗരവതരമായ ആക്ഷേപമായിരുന്നു അന്ന് കേട്ടിരുന്നത്. അവിടുത്തെ പ്രിൻസിപ്പലിനെ അടക്കം സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ. ഇന്നും ഇപ്പോഴിതാ മറ്റൊരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം നേരിടേണ്ടി വരുമ്പോൾ അവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തൃണമൂലിന്റെ പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ നേതാക്കളാണ്. തീർച്ചയായും മമതാ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം കേസുകൾ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൽ മുഖ്യ പ്രതികളായി എത്തുന്നത് തൃണമൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നുള്ളതാണ് കടുത്ത വിമർശനങ്ങളായി മുന്നോട്ട് വരുന്നത്. ഈ ഘട്ടത്തിലും ഈ തൃണമൂൽ നേതാവ് അറസ്റ്റിലായതിനു പിന്നാലെ പോലും തൃണമൂൽ ഇവരെ സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത് എന്ന ആരോപണവും അടക്കം ഇപ്പോൾ ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 3 ദിവസത്തിനകം ഇത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും സംസ്ഥാന പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇതുവരെയും തൃണമൂലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇതിൽ മൗനം തുടരുകയാണ് എന്നുള്ളതുമാണ് വലിയ ആക്ഷേപം. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ മുഖ്യമന്ത്രി മൗനം തുടരുന്നു, മമതാ ബാനർജി.